ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഞാൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം അങ്ങനെ സാധാരണ വെള്ളമൊക്കെ കുടിച്ചിരുന്ന് വന്നപ്പോഴത്തേന് ചായയൊക്കെ തിളച്ചിക്കണം. ഇനിയിപ്പോൾ ചായ കുടിക്കുകയാണ്. ഇന്നിപ്പോൾ ചായക്ക് സ്നാക്കായിട്ട് ബിസ്ക്കറ്റാണ്. രാവിലെ എന്തായാലും ഇതുപോലൊരു ചായ കുടിക്കും കേട്ടോ. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അരി അരച്ചിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതിൻ്റെ 2-3 ആൾക്കാർ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചതായിരുന്നു. അത് നല്ലോണം കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിക്കണേ. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം അങ്ങനെ മഷി പോലെ അരച്ചെടുക്കണ്ട കേട്ടോ. അതിൽ ചെറുതായിട്ട് തരി വേണം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് ദോശൻ്റെ ബാറ്റർ കിട്ടേണ്ടത്. പിന്നെ ദോശ പാരുമ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ എന്തായാലും ദോശൻ്റെ കട്ടി കൂടും. പിന്നെ അങ്ങനെ പാർന്നിട്ട് അങ്ങനെ ശരിയായിട്ട് വരലാണ് കേട്ടോ. പിന്നെ ദോശൻ്റെ മാവിൻ്റെ കട്ടി കൂടിയാലും ദോശ കട്ടി കൂടും. നല്ലോണം വെള്ളമായാൽ ദോശ ഇങ്ങനെ ഒരു കുഴഞ്ഞ് ചളി പോലെയാണ് കേട്ടോ കിട്ടും ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം. പിന്നെ അരപ്പും കറക്റ്റ് ആവണം. ചെറുതായിട്ടൊരു തരി വേണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നത്തെയും പോലെ തന്നെ ക്ലീനിങ് ആണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കിച്ചണും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ സ്ലാബും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി ഇട്ടാൽ പിന്നെ ഞാൻ അകവും ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് നിൽക്കൽ ഇങ്ങനെ ആകുമ്പോൾ നല്ല ആശ്വാസമാണ്. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ വീട്ടിൽ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നാലും വീട് നല്ല വൃത്തിയായിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എല്ലാതും ആ ഒരു ടൈമിൽ തന്നെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിന് മോരുകറി പിന്നെ ചക്കപ്പേരി ഉണ്ട്. അതും അപ്പുറത്തുനിന്ന് തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ കൈപ്പക്ക ഉപ്പേരി ഞണ്ട് റോസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ഞണ്ട് റോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വലിയ ജീരകം ക്രഷ് ചെയ്തതും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ കുക്കറിലൊരു 3 വലിയുള്ളിയും 2 തക്കാളിയും 2 വിസിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മല്ലിപ്പൊടി, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ആ ഒരു പൊടികളും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറിൽ വേവിച്ചത് പെട്ടെന്ന് തന്നെ നമുക്ക് മസാല നല്ലോണം വഴന്ന് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും കിട്ടും. ഇനിയിപ്പോൾ ഞണ്ട് ഒരു പകുതി വേവാകുമ്പോൾ ഞാൻ അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള വേവ് ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തെടുത്താൽ ഞണ്ട് റോസ്റ്റ് റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ പിന്നെ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ്. ചക്കപ്പേരി, മോരുകറി, അതുപോലെ കൈപ്പക്ക ഉപ്പേരി, ഞണ്ട് റോസ്റ്റ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.